ഹായ് എവരിവൺ, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ കേക്ക് കാണുമ്പോൾ തന്നെ കൊതി തോന്നാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്കും വായിൽ വെള്ളമൂറുന്ന ഒരു കേക്ക് തന്നെയാണ് ഇവിടെ റെഡിയായിട്ടുള്ളത്. ഇത് റെഡിയായി വന്നപ്പോൾ ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്കും ടേസ്റ്റും ഇത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടും സ്പോഞ്ചി ആയിട്ടും ഒരു കേക്ക് തയ്യാറായി കിട്ടുമെന്ന്. അത്രയ്ക്കും നല്ല സോഫ്റ്റും സ്പോഞ്ചിയും ടേസ്റ്റുമായിട്ടുള്ള ഒരു കേക്കാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് ബട്ടറോ ഗീയോ എണ്ണയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. 1 കപ്പ് പാല് മാത്രമാണ് ഇത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. കവറ് പാലിലും തയ്യാറാക്കാം, അല്ലാതെ നമ്മുടെ വീട്ടിൽ പശുവിൻ പാൽ വാങ്ങാൻ കിട്ടുമെങ്കിലും വീട്ടിലുണ്ടെങ്കിലും നമുക്ക് പശുവിൻ പാലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ പശുവിൻ പാലാണ് ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. പാലിൽ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് മിക്സി പോലും വേണ്ട ഈ പഞ്ചസാര പൊടിക്കാനായിട്ട്. ഇത് നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം നമുക്ക് 1 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവ കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്കിത് അടച്ചു വയ്ക്കാം. മാക്സിമം 10 മിനിറ്റ് വരയ്ക്കും നമുക്കിത് അടച്ചു വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പഞ്ചസാരയും പാലും ഈ റവയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ ഏത് മോൾഡിലാണോ കേക്ക് തയ്യാറാക്കുന്നത് അതിൽ നമുക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ സ്റ്റീൽ പാത്രത്തിലോ ഇതുപോലുള്ള അലൂമിനിയം പാത്രത്തിലോ ഏത് പാത്രം ഉണ്ടെങ്കിലും നമുക്കതിൽ കേക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഈ കുറച്ച് വലിയ പാത്രമാണ് ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ കേക്ക് ഉണ്ടാക്കുന്ന അലൂമിനിയം മോൾഡാണിത്. ഇതിലേക്കൊന്ന് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ഒരല്പം ഗോതമ്പ് മാവ് ഇട്ട് നമുക്ക് 4 വശവും ഒന്ന് തട്ടി കൊടുത്താൽ മതി. എല്ലാ വശവും ഒന്ന് ഇതുപോലെ പിടിച്ച് കിട്ടും. ഇതല്ല നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ബൗളാണോ നിങ്ങൾ എടുക്കുന്നത് ആ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലുള്ള പാത്രം എൻ്റെ കയ്യിൽ വലുതായതുകൊണ്ട് നമുക്ക് ആ കടായിയിൽ വയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇതുപോലുള്ള കടായി ഉണ്ടെങ്കിലും ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇതുപോലുള്ള പാത്രത്തിലാണ് ഞാനിപ്പോൾ കേക്ക് തയ്യാറാക്കുന്നത്. അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് തയ്യാറാക്കാനായിട്ടുള്ള പാത്രം ആദ്യം ചൂടാക്കാനായിട്ട് വച്ചിട്ട് വേണം നമ്മൾ ഈ മാവ് സോക്ക് ചെയ്തത് എടുക്കാനായിട്ട്. ഈ റവ ഫുള്ളായിട്ട് പാലെല്ലാം കുടിച്ച് കുറച്ച് വീർത്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. വെനില എസൻസ് ചേർത്ത് കൊടുക്കാം 1 സ്പൂൺ. ഞാൻ വെനില എസൻസിന് പകരമാണിപ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈനോ പാക്കറ്റാണ്, ലെമൺ ഫ്ലേവറിലുള്ള ഈനോ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. കൊക്കോ കോളയിൽ ഫ്ലേവറിൽ വരുന്ന ഈനോ എടുക്കരുത് കേട്ടോ, അത് വേറൊരു രുചിയായി മാറും. ഒന്നി ലെമൺ ഫ്ലേവർ അല്ലെങ്കിൽ ഓറഞ്ച് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഇല്ല, ഈനോ ഇല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ 1 സ്പൂണും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1 സ്പൂണും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. പാത്രം നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം നമുക്ക് പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തതും പംകിൻ സീഡ്, കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും ചേർക്കണമെന്ന് ഒരു ആവശ്യവുമില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. മാർക്കറ്റിൽ പോയി നമ്മൾ വലിയ വില കൊടുത്ത് കേക്ക് മേടിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഒരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 40 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിരിക്കും. ഇതുപോലെ ഒരു ഫോർക്കോ കമ്പോ കൊണ്ട് കുത്തി നോക്കിയാൽ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടില്ല. 40 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തതിന് ശേഷം തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അതുപോലെ നല്ല കണ്ണുകളോടുകൂടി നല്ല ചെറിയ അറകളോടുകൂടി തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ച്
നമുക്കിതുപോലെ ഡീമോൾഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതുപോലെ ചെയ്തതിന് ശേഷം മുകളിൽ ഒരല്പം ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഈസി ആയിട്ട് കേക്ക് ഇളകി വരും കേട്ടോ. ഒരല്പം തണുത്തതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഒട്ടും എങ്ങും കരിഞ്ഞു പോയിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് റൗണ്ടുള്ള പാത്രത്തിലാണ് വയ്ക്കുന്നതെങ്കിൽ കുറച്ചുകൂടി പൊങ്ങി കുറച്ചുകൂടി നല്ല രീതിയിൽ കാണാൻ ഭംഗിയിട്ടുള്ളൂ. ഇത് ഭംഗി കുറവെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കുള്ള വലിയ മോൾഡും നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറിയ മോൾഡാണെങ്കിലും നമുക്ക് ഈ കേക്ക് തയ്യാറാക്കാം. ഇത്രയും വലിയ പാത്രത്തിൻ്റെ ആവശ്യം ഇല്ല തയ്യാറാക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവരും കൂടി ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് മറ്റുള്ളവർക്കും ഇതൊരു പ്രചോദനമാകും ഉണ്ടാക്കി നോക്കാനായിട്ട്. വളരെ ഹെൽത്തിയാണ് ഈ കേക്ക്. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർക്കൊക്കെ ഒരു പേടിയും ഭയവും ഇല്ലാതെ ഇതിൻ്റെ കേക്ക് ഒരു പീസ് കഴിക്കാവുന്നതാണ്. ഈവൻ ഷുഗർ ഉള്ളവർ പോലും ഒരല്പം കേക്ക് ഇതിൽ കഴിക്കാം. അവർക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പ്രഷറുള്ളവർക്ക് ഒരു പേടിയും വേണ്ട. ഇതിൽ യാതൊരുവിധ ബട്ടറോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഇതുപോലുള്ള കേക്കൊക്കെ തയ്യാറാക്കി കഴിച്ച് നല്ല ആരോഗ്യമായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ.